ഹലോ ക്യൂട്ടീസ്, അപ്പം നമുക്കിന്ന് കുറച്ച് കവായ് ജനറൽസ് ആയാലോ. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? വാഷി ടേപ്പ്. ടീക്കെ, വാഷി ടേപ്പിന് വേണ്ടി നിങ്ങൾക്കൊന്നും അറിയാവുന്ന കാര്യങ്ങളാണ്. കവായ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് പേപ്പർ എടുക്കുക, ഇങ്ങനെ ഇഷ്ടമുള്ള മെഷർമെൻറ്റിൽ ലൈൻ വരയ്ക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈൻ വരയ്ക്കുക. കുറേ നാളായിട്ട് ഈ കവായ് ടൈപ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുവാണ്. പക്ഷേ എന്ന് വിചാരിക്കുമ്പോൾ ഇത് കുറച്ച് നേരെ ഇരുന്ന് ചെയ്യേണ്ട പരിപാടിയല്ലേ. പക്ഷേ എന്നാലും വെച്ച് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്ന തീമിൽ അങ്ങ് ഉണ്ടാകുന്നത് പെട്ടെന്നായിട്ട് ഡിസൈഡ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ഒരു എന്താ പറയുക, എന്തെങ്കിലും നോക്കി ഒരു റെഫറൻസ് ഒന്നും നോക്കാതെ അങ്ങ് മനസ്സിൽ തോന്നുന്ന അങ്ങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ആദ്യം വരച്ച് തുടങ്ങുമ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് പോവുകയാണ്. അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ കുറച്ച് കവായി ആയിട്ടുള്ള നമ്മുടെ വാഷി ടേപ്പ് ഉണ്ടാക്കുന്ന വാഷി ടേപ്പൊക്കെ ഒത്തിരി തരത്തിലും മേടിച്ച് വെക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പം ഇഷ്ടമുള്ള മെഷർമെൻറ്റ് നിങ്ങൾക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. വലുതും ചെറുതും ഒക്കെ വരച്ച് വെക്കുകയാണ്. അപ്പം ഞാനാദ്യം ബ്രഷ് പെൻ കൊണ്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ കൊണ്ടും വരയ്ക്കാം. പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് എനിക്കിഷ്ടം. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ബ്രഷ് പെൻ കൊണ്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പെൻസിൽ കൊണ്ട് വേണമെങ്കിൽ അതും നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അതുപോലെ ഒന്ന് ഉണ്ടാക്കാം. അപ്പം ഇതാണ് ആദ്യത്തെ പരിപാടി. രണ്ടാമത്തെ എന്താണ്? ക്യൂട്ട് ഫ്രെയിംസ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യൂട്ടായിട്ടുള്ള ഫ്രെയിംസ് അല്ലെങ്കിൽ ലേബിൾസ് എന്നൊക്കെ പറയാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഇഷ്ടമുള്ള ഇങ്ങനെ ലേബൽ പോലെയില്ലേ, നമ്മൾ നെയിം സ്ലിപ്പ് പോലെ അല്ലെങ്കിൽ ഫ്രെയിം ടൈപ്പ് ഇങ്ങനെ കുറേ കോളങ്ങൾ അല്ലെങ്കിൽ പല പല ഷേപ്പിലുള്ള ഇങ്ങനെ നമ്മൾ ഈ ജേർണലിനൊക്കെ എഴുതി വെക്കുക അല്ലെങ്കിൽ നമ്മൾ നെയിം സ്ലിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറേ കവായ് ടൈപ്പിലെ തീമാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് പെൻ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ പെൻസിലൊക്കെ വരയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ എല്ലാത്തിനും ഞാൻ ചുമ്മാ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്ന രീതിയിലൊക്കെ കുറേ ഷേപ്പുകൾ വരച്ച് വെക്കുവാണ്. അപ്പം അതിനകത്ത് ജസ്റ്റ് വലിയ വിൻറ്റേജ് ടൈപ്പൊന്നും ഇടുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ഞാൻ എൻ്റേതായ രീതിയൊന്നും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇരുന്നിരുന്ന് ചെയ്തതിൻ്റെ നടുപൊട്ടിയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് കുറേ നേരം ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല. പക്ഷേ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ വിചാരിച്ചു ഒറ്റ ദിവസം കൊണ്ട് ചെയ്തേക്കാമെന്ന് വെച്ചു. പിന്നെ എഴുതേക്കാൻ മടിയാണ്. പിന്നെ അങ്ങ് ഫ്ലോയിൽ അങ്ങ് പോകും. ഒരെണ്ണം ഉണ്ടാക്കാൻ ഞാൻ വെച്ച് 2-3 ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ ഓരോന്നിട്ട് ഉണ്ടാക്കി പോവാം. അപ്പം നമ്മൾ കുറേ ഇങ്ങനെ പല പല ഷേപ്പിലുള്ള കർവും ഇങ്ങനെ ആയിട്ട് ഷേപ്പുള്ള അതാണ് കവയുടെ ഒരു പ്രത്യേകത. നമ്മൾ വിൻറ്റേജ് ടൈപ്പ് അല്ലല്ലോ, നമ്മൾ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻ വരയ്ക്കാണ്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറയുക, കുറച്ച് ക്യൂട്ടായിട്ടുള്ള കോയിൻ സ്റ്റാമ്പ്സ് എന്ന് പറയും. സ്റ്റാമ്പ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പോസ്റ്റ് ഓഫീസും കൂടെ സ്റ്റാമ്പ്, അത് നമ്മുടെ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ. ഇത് നമ്മൾ ക്യൂട്ടായിട്ട് സ്റ്റാമ്പ് ആക്കാൻ അതിന് നമ്മൾ കുറച്ച് എന്തെങ്കിലും റൗണ്ടിലുള്ള കുറേ വട്ടങ്ങൾ വരച്ചെടുക്കുകയാണ്. എന്തെങ്കിലും സാധനം വെച്ച് റൗണ്ട് വരച്ചാൽ മതി. അതിനകത്ത് ഇതാണ് കോയിൻ ഷേപ്പിലായതുകൊണ്ടാണ് ഈ കോയിൻ സ്റ്റാമ്പ്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ എന്തെങ്കിലുമൊക്കെ ഇമേജസ് വരച്ചു കൊടുക്കണം. എന്തെങ്കിലും ടെഡി ബിയറിൻ്റെ ഇമേജോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ സാൻഡ്രിയയുടെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ വരച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ലൈൻ ഇടുക അല്ലെങ്കിൽ ചുമ്മാ ചെക്ക് ഷേപ്പ്. കവയുടെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മൾ ചെക്കല്ലേ. പക്ഷേ ഞാൻ വരയ്ക്കുന്ന ഈ ചെക്കല്ല എനിക്ക് പടരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വരയ്ക്കുമ്പം നിങ്ങൾ ഇച്ചിരി കൂടെ ഇത് സാധാരണ പേപ്പർ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഇച്ചിരി പടരാത്ത സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രഷ് പെൻ യൂസ് ചെയ്യുമ്പോൾ പടരാതെ നോക്കുക കേട്ടോ. അതിന് ഓരോരോ പാറ്റേൺസ് നമ്മൾ അതിനകത്ത് ആ കോയിനകത്ത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ നമ്മുടെ രീതിയിലനുസരിച്ച് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ റെഫറൻസ് എടുക്കണമെങ്കിൽ എവിടെയെങ്കിലും പിൻട്രസ്റ്റിലൊക്കെ റെഫറൻസ് എടുക്കാം. ഞാൻ ചുമ്മാ എന്തെങ്കിലും രീതിയിലൊക്കെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ പിന്നെ വെളിയിൽ വെച്ചത് ലൈറ്റായിട്ട് നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. എൻ്റെ പേസ്റ്റലിൻ്റെ ബ്രഷ് പെനൊക്കെ തീരാറായി കേട്ടോ. അപ്പോൾ നമ്മൾ 10K അടിച്ചായിരുന്നു കേട്ടോ, വന്നില്ലല്ലോ. ഇനി അടുത്ത് നമ്മൾ സ്റ്റാമ്പ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ കോയിൻ സ്റ്റാമ്പ് ഉണ്ടാക്കിയതുപോലെ തന്നെ നമ്മൾ സാധാരണ ലേബൽ ടൈപ്പ് സ്റ്റാമ്പുകളില്ലേ, രണ്ട് സൈഡിലും ഇങ്ങനെ സിഗ്സാഗിൽ കട്ടൊക്കെ നമ്മൾ പണ്ട് സ്റ്റാമ്പ് കിട്ടുന്നത്, അതിൻ്റെ തന്നെ ഒരു കവായ് തീമിൽ ഇച്ചിരി മെഷർമെൻറ്റ് ഇച്ചിരി വലുതാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്, ക്യൂട്ടായിട്ട് തീമിലാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. വിൻറ്റേജോ നമ്മുടെ എസ്തെറ്റിക്കോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ സിഗ്സാഗ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം 4 സൈഡും കട്ട് ചെയ്തെടുക്കണം. ആദ്യം 2 സൈഡ് കട്ട് ചെയ്ത് പിന്നെ മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ഇങ്ങനത്തെ സിസേഴ്സ് മേടിക്കാൻ കിട്ടും, ഇതുപോലത്തെ സിഗ്സാഗ് ചെയ്ത്. അപ്പം നമ്മൾ സാധാരണ സിസർ കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സാധാരണ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയുള്ള പേപ്പറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാമേ. ഞാൻ ഇത് കുറേ ഡിസൈൻസ് വരച്ചെടുത്തു, പിന്നെ കളർ ചെയ്ത്. ഇതാണ് നമ്മുടെ സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. ഈസി ആയിട്ടില്ലേ. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ കട്ട് ചെയ്യാനാണ്. ഇനി അടുത്ത് നമ്മൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റിൽ നിന്ന് എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിനെ ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നോക്കി വരയ്ക്കാം. ഞാനിങ്ങനെ കുറേ ചിഹ്നങ്ങളൊക്കെ കുറേ ഷേപ്പുകൾ ഇങ്ങനെ നോക്കി വരച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പേരൊക്കെ എന്തെന്ന് അറിയത്തില്ല, എന്നാലും സാരമില്ല. ഇത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ,
നമ്മൾ സാധാരണ കാണുമ്പോൾ ഭീകരന്മാരും നമുക്ക് ഇഷ്ടമില്ലാത്ത ജീവികളൊക്കെയാണ് കവായി തീമിൽ വളരെ ക്യൂട്ടായി. ഇപ്പോൾ ക്രോക്കഡൈൽ ആണെങ്കിലും ടെഡി ബിയർ ആണെങ്കിലും ഇൻക്ലൂഡിങ് തിന്നുന്ന അവക്കാടോ പോലും ചിലർക്ക് ഇഷ്ടമില്ല. പക്ഷേ അത് ക്യൂട്ടായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ കവായി തീമിൽ അതിന് ക്യൂട്ടായിട്ട് മാറ്റുവാണെങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെ വരച്ചെടുത്ത് പിന്നെ ഇത് കട്ടിയുള്ള ഇച്ചിരി പേപ്പർ വരക്കണം. അതിനുശേഷം ഇച്ചിരി വെള്ള സ്പേസ് വിട്ട് നമ്മളിങ്ങനെ കണ്ടിച്ച് റൗണ്ടായിട്ട് കട്ടിച്ചെടുക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒട്ടിച്ചാലും, ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഏതെങ്കിലും ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ ഈ നെയിം സ്ലിപ്പൊക്കെ കിട്ടി യൂസ് ചെയ്ത ശേഷം ആ പേപ്പേഴ്സൊക്കെ വെക്കത്തില്ലേ, അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനത്തെ ഇത് പണ്ടത്തെ ഒരു ലേബിളിൻ്റെ ഇതായിരുന്നു. അതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കവായി സ്റ്റിക്കേഴ്സ് വെക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഗം വെച്ചോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു രീതി ഉണ്ടാക്കുന്നുള്ളൂ. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാതെ നമുക്ക് എണ്ണയൊക്കെ പുരട്ട് ബട്ടർ പേപ്പറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് എൻ്റെ എല്ലാവരെയും നെയിം സ്ലിപ്പൊക്കെ സ്കൂൾ തുറന്ന സമയത്തോ യൂസ് ചെയ്യുന്നതിൻ്റെ ബാക്കിയാണിതില്ലേ. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ച് കാണിക്കാം. എങ്ങനെയാണ് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴത്തേന് ആ സെല്ലോ ടേപ്പിൻ്റെ എക്സ്ട്രാ വിട്ടിട്ടാണ് നമ്മൾ കണ്ടിച്ചെടുത്തത്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഇളക്കിയെടുത്ത് ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേന് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചാൽ പറ്റും. ഞാൻ കണ്ടിച്ചപ്പോൾ ശരിയായില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനെയെല്ലാം കണ്ടിച്ച് ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ OHP ഷീറ്റിലെങ്കിലും ഉണ്ടാക്കി വെക്കണ്ട. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഇപ്പം നമ്മുടെ കവായിലുള്ള നമ്മുടെ സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ വേണ്ടത്? ഇനിയും കിടക്കണം കുറേ എണ്ണം. ഇനി എന്താണ് നമ്മുടെ ജേർണലിങ്ങിൻ്റെ ബുക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ കുറച്ച് പേജ് വെച്ച് നമ്മൾ വീട്ടിൽ കുറച്ച് പേപ്പർ ഇട്ട് അത് വെച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ജസ്റ്റ് ഇതിനു വേണ്ടി ഇതിനെ വെളിയിൽ ഉണ്ടാക്കാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് കവറില്ലേ അത് വെച്ചാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആദ്യം ഞാൻ വെച്ചു നമ്മുടെ കയ്യിലുള്ള കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിക്കട്ടെ. പിന്നെ ഞാൻ വെച്ചു നമ്മൾ ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഹാൻഡ് മെയ്ഡ് ഇരിക്കുക, അതുകൊണ്ടുള്ള ക്യൂട്ടായിട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. പിന്നെ വെളിയിൽ കുറച്ച് നമ്മുടെ അക്രലിക് മാർക്കേഴ്സ് വെച്ച് ഇങ്ങനെ ചുമ്മാ ലൈനുകളൊക്കെ ഇട്ട് വെച്ച് കാണുന്നത്. അപ്പോൾ കുറച്ച് പേപ്പേഴ്സ് വെച്ചാണ് ജേർണലിങ്ങിൻ്റെ ബുക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് റിയലായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറേ പേപ്പേഴ്സൊക്കെ വെച്ചാണ്. അപ്പോൾ ബുക്കും റെഡിയായിട്ട് ഇനി ഇത് ഇട്ട് വരാനുള്ള ഒരു ബോക്സ് റെഡിയാക്കുമായിരുന്നു. ഈ ബോക്സ് എന്നാൽ പഴയതാണ്ട് ബോക്സ്, ഇത് വളരെ ബുദ്ധിമുട്ടി ഈ ഷേപ്പിലാക്കിയെന്നുള്ളൂ. ഇച്ചിരൂടെ സൂപ്പറാക്കായിരുന്നു, പക്ഷേ ബോക്സ് അങ്ങ് ചളിങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു. അപ്പോൾ അത് ഷേപ്പ് മാറ്റാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പാറ്റേൺ പേപ്പർ, ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ സാധനമാണ് പാറ്റേൺ പേപ്പർ. പാറ്റേൺ പേപ്പറും നമ്മൾ വലിയ തീമൊന്നും ഇല്ലാതെ നമ്മുടെ ഇഷ്ടമുള്ള കുറേ ലവ്, കുറേ ചെറീസ്, കുറേ സ്ട്രോബെറീസ്, കുറേ ബിയേഴ്സ്, അങ്ങനെയൊക്കെ പിന്നെ കുറേ ചെക്ക് പാറ്റേൺസ്, ഇതൊക്കെ വരയ്ക്കുമ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ അന്നേരം തോന്നുന്ന പാറ്റേൺസ് നമ്മൾ വരയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വലിയ ഇതൊന്നും ഇല്ലാതെ നമുക്ക് വലിയ മെഷർമെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മനസ്സിലുള്ള നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന കവായി സ്റ്റിക്കേഴ്സും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ പാറ്റേൺ പേപ്പറും അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ കുറേ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ സാധനങ്ങൾ വരച്ചെടുക്കുവാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് നോക്കിയെടുക്കാമെന്നാണ്. ഞാൻ ഇത് വരച്ച് തുടങ്ങിയപ്പോഴാണ് ഇത് റെഫറൻസ് എടുക്കേണ്ടത് ആരെന്ന് വിചാരിച്ചു പോയി. കാരണം വെച്ചാൽ ഇതിപ്പം ഒന്നും നോക്കാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്നു വരയ്ക്കല്ലേ. അപ്പോൾ ഇത് ശരിയായല്ലോ എന്ന് നിങ്ങൾ കണ്ടിട്ടെടുക്കുക. അപ്പം നമ്മുടെ 10K അടിച്ചതിന് വളരെ വളരെ നന്ദി. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ വളരെ ഐ ആം ഹാപ്പി. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ 50K എത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ 50K എത്തുമ്പോൾ നമ്മുടെ കുറേ ആൾക്കാർക്ക് ഞാൻ സ്റ്റിക്കർ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ കുറേ പാറ്റേൺ പേപ്പർ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഒരെണ്ണം വരച്ചാൽ മതി, രണ്ടെണ്ണം വരച്ചാൽ മതി, ഇരുന്ന് 3-4 വരച്ചു കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേത് പാറ്റേൺ പേപ്പറാണ് ഇഷ്ടം? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഈ 2 പിന്നെ ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഇതത്ര ഇഷ്ടപ്പെട്ടില്ല, ഇതും കുഴപ്പമില്ല, ഇവനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാറ്റേൺ പേപ്പർ. ഇനി ഇതെല്ലാം നമുക്ക് ഓരോ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനകത്ത് ഒട്ടിച്ചൊട്ടിച്ച് നമ്മളിങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കുക. നമ്മൾ എൻ്റെ ജേർണൽ കിറ്റായിട്ട് കിട്ടത്തില്ല, നമ്മൾ കവായി ജേർണൽ കിറ്റ് എന്നൊക്കെ പറയും, അതുപോലെ കിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഏതെങ്കിലും OHP ഷീറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനകത്ത് ഒട്ടിക്കാൻ. ഈ നമ്മുടെ ഈ ബോക്സ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. പാക്ക് ചെയ്യുന്ന രീതിയിൽ ആക്കുവാണ്. ആദ്യം നമ്മൾ ജേർണലിൻ്റെ ബുക്ക് വെച്ചു. ഇനി നമ്മുടെ സ്റ്റിക്കേഴ്സ് 3-4 സ്റ്റിക്കേഴ്സിൻ്റെ ഇതുണ്ടാക്കി കേട്ടോ. അതെല്ലാം അങ്ങ് വെച്ചേക്കാം. ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ പാക്കായിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടത്തില്ല. അപ്പം കുറേ സ്റ്റിക്കേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് മാത്രം നിങ്ങൾ കാണിച്ചുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെക്കുന്നത് നമ്മുടെ ലേബൽസ് അല്ലെങ്കിൽ ഫ്രെയിംസ് അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതാണ് വെക്കുന്നത്. എല്ലാം ഇച്ചിരി ഒരു ലൈറ്റ്
ലൈറ്റ് കളറിലാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഒത്തിരി ഡാർക്ക് ആക്കിയിട്ടില്ല കേട്ടോ. ഒത്തിരി വലിച്ചു വാരി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാട്ടോ കുറേ ഫ്രെയിംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാ ചെറിയ ചെറിയ ഫ്രെയിംസ് കേട്ടോ. പിന്നെ നമ്മൾ വേണ്ട നമ്മുടെ കോയിൻ സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതിനെ നമ്മൾ കുറേ OHP ഷീറ്റിനകത്ത് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കുറച്ച് എണ്ണം വെച്ചിട്ടുണ്ട്. അതെ, എങ്ങനെയുണ്ട് നമ്മുടെ കുറേ സ്റ്റാമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സ്റ്റാമ്പ് ഇഷ്ടപ്പെട്ടായിരുന്നു. പാറ്റേൺ പേപ്പറും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇനിയും നമ്മൾ ചെയ്യാൻ പോകണം നമ്മുടെ തോണ്ടേ ഈ സ്റ്റാമ്പ്സ് കണ്ടില്ലായിരുന്നോ? ഇതും സ്റ്റാമ്പ് തന്നെയാണ് പറയുന്നത് എന്നൊന്ന് തോന്നുന്നു. അതും തോണ്ട നമ്മൾ ക്യൂട്ടായിട്ട് കുറഞ്ഞ് മിനിമലായിട്ടുള്ള ഉണ്ടായിരിക്കുന്ന ലൈറ്റ് കളർ, വലിയ വലിച്ചു വാരി ഡാർക്ക് കളർ അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പെൻസിലും കൊണ്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത്. എൻ്റെ എല്ലാ കളറിലും പെൻസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ചെയ്തുകൊണ്ട് കുറേ ലേബൽസ് വെച്ചിട്ടുണ്ട്. പെൻസിൽ എന്ന് പറയുമ്പോൾ നല്ല ഷെയ്ഡ്സ് പെൻസിൽ കിട്ടും. പേസ്റ്റൽ കളറൊക്കെ അടിക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ വരച്ചിട്ട് വെളിയിലൂടെ നമ്മൾ ഷെയ്ഡ് അടിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ലേബൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കിടക്കുന്ന എന്തുവാണ്, നമ്മുടെ സാധനങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. എന്താണ് നമ്മുടെ വാശി ടേപ്പ്. ഞാൻ കുറേ വാശി ടേപ്പ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. നോക്കി ഇത് ഏതൊക്കെയാണെന്ന് ചുമ്മാ അങ്ങോട്ട് ഉണ്ടാക്കി പോവുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനങ്ങ് ഡിസൈൻ വരച്ചു. അതാണ് ഇരുന്നിരുന്ന് സമയം പോയത് അറിഞ്ഞു. ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് ഇന്നലെ തൊട്ട് തുടങ്ങി ഇന്ന് ഇരുന്നിരുന്നിരുന്ന് സത്യം അതുകൊണ്ടാണ് വേറെ വീഡിയോ ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നാണ്. ഇതിലേതെങ്കിലും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ പറയാം. അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കുറേ ക്യൂട്ടീസ് പറഞ്ഞായിരുന്നു ചേച്ചി ജേർണലിങ്ങിൻ്റെ ഇത് കിറ്റ് ഉണ്ടാക്കാം. അപ്പം ഞാനങ്ങ് എൻ്റെ മനസ്സിൽ തോന്നുന്നു ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ ഉണ്ടാക്കിത്തരാം കേട്ടോ. ഇപ്പം ലോങ് വീഡിയോ ആയിട്ട് കാണുന്നത് നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പക്ക ഷുവറായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ എല്ലാം കൂടി ഈ ബോക്സിനകത്തുള്ളൂ. ബോക്സിൻ്റെ കാര്യം നോക്കണ്ട. ബോക്സിൽ അല്ലെങ്കിൽ ഇരിക്കുന്നത് അത് നമ്മുടെ വേറെ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇനി പാറ്റേൺ പേപ്പറും കൂടെ വെച്ച് കഴിയുമ്പോഴും നമ്മുടെ എല്ലാ സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് തന്നെ പിന്നെ പാക്ക് ചെയ്ത് നമ്മുടെ ജേർണൽ കിറ്റ് നിങ്ങളുടെ എഴുതിയാൽ നമ്മുടെ ജേർണൽ കിറ്റ് റെഡി ആയിട്ടോ. അതും കവായി തീമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതാണെന്ന് പറഞ്ഞാൽ പാറ്റേൺ പേപ്പറാണോ വാശി ടേപ്പാണോ അതുകൊണ്ടോ ഈ ബോക്സിൻ്റെ പവറിങ് നോക്കണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു ബോക്സിനും വേറൊരു കവർ ഉണ്ടാക്കേണ്ടതായിരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണേ മറക്കല്ലേ.